നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വൺ ക്ലാസ് അക്വേഴ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. അതായത് ഒരു ക്ലാസ്സിന് മറ്റൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും എല്ലാം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ മക്കളായ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ ഉദാഹരണമായി നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ പാരൻസിൻ്റെ കളർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരു പാരൻറ്റിൽ നിന്നും ഒരു ചൈൽഡിലോട്ട് ലഭിക്കുന്ന പ്രോപ്പർട്ടീസിനെ, ഇങ്ങനെ പ്രോപ്പർട്ടീസ് ലഭിക്കുന്നതിനെ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം. സോ ഇതിനെ നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പാരൻറ്റിനെ നമുക്ക് പാരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്, അതുമല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് വിളിക്കാം. ഈ ചൈൽഡിനെ നമുക്ക് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കാം. പ്രോപ്പർട്ടീസിനെ നമുക്കറിയാം, നമുക്ക് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് നമ്മൾ ക്ലാസ്സിനുള്ളിൽ എഴുതുന്ന ആട്രിബ്യൂട്ട്സും മെത്തേഡ്സുമായി നമുക്ക് കണക്കാക്കാം. സോ ഇങ്ങനെ ഒരു ചൈൽഡ് ക്ലാസ് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും നേടുന്നതിനെ, അത് ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് പാരൻറ്റ് ക്ലാസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ഇൻഹെറിറ്റൻസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് കോഡ് റീയൂസബിലിറ്റിയാണ്. സോ നമുക്ക് ഒരുപാട് തവണ കോഡുകൾ വീണ്ടും വീണ്ടും ഒരേ തരത്തിലുള്ള കോഡുകൾ എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൽ എഴുതി കഴിഞ്ഞാൽ അത് ചൈൽഡ് ക്ലാസ്സിനും എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത് ഇൻക്രീസ് റീഡബിലിറ്റിയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതിയ കോഡ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതെന്ന് പറയുന്നത് ഈസി മോഡിഫിക്കേഷനാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൽ നമുക്ക് ചേഞ്ചസ് വരുത്തിയാൽ മതി, അത് തുടർന്നുള്ള എല്ലാ ചൈൽഡ് ക്ലാസ്സിലും ഓട്ടോമാറ്റിക്കായി അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. സോ നമുക്ക് ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻറ്റ് ക്ലാസ് ആണ്, അഥവാ ബേസ് ക്ലാസ് ആണ്. സോ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് ഞാൻ ഇലക്ട്രോണിക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ പഠിച്ചിരുന്നു. സോ ഞാനിവിടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ പാരൻറ്റ് ക്ലാസ്. ശേഷം ഞാനിതിൽ പബ്ലിക്കിൽ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു. ആദ്യമായി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്ന് പറയുന്ന രണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളുടെ രണ്ട് ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ആട്രിബ്യൂട്ട്സും മെത്തേഡും നമ്മൾ ആക്സസ് ചെയ്യുന്നു, ചൈൽഡ് ക്ലാസ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായി പബ്ലിക്കിൽ സ്ട്രിങ് പ്രൊഡക്റ്റ് നെയിം എന്ന് കൊടുക്കുന്നു. അതുപോലെ ഇൻറ്റ് പ്രൈസ്, ഒരു ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെ പ്രൊഡക്റ്റ് നെയിമും അതുപോലെ പ്രൈസും സ്റ്റോർ ചെയ്യുന്നതിനുള്ള രണ്ട് വേരിയബിൾ, അതാണ് നമ്മുടെ ആട്രിബ്യൂട്ട്. അതിനുശേഷം മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് ഷോ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്, ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു ഞാൻ മെത്തേഡിന്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഒരു മെത്തേഡ് നമ്മുടെ പ്രൊഡക്റ്റ് നെയിമും പ്രൈസും ഷോ ചെയ്യുന്നതിനുള്ളൊരു മെത്തേഡ് കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിന് മെത്തേഡിനുള്ളിൽ ഞാൻ സി ഔട്ട് പ്രൊഡക്റ്റ് നെയിം വേരിയബിൾ നെയിം കൊടുക്കുന്നു, പ്രൊഡക്റ്റ് നെയിം. അതുപോലെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പ്രൈസ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം എൻഡ് ലൈൻ കൊടുക്കുന്നു. സോ നമ്മൾ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ അടുത്തതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, സോ ഈ പബ്ലിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിന് പുറത്ത് വന്ന ശേഷം നമ്മൾ ഇനി ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ആദ്യത്തെ ചൈൽഡ് ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ് ആണ്. അതിനുശേഷം നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ പേര് ഞാൻ ടെലിവിഷൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കോളൻ കൊടുക്കുന്നു. ശേഷം ഞാൻ ചെയ്യേണ്ടത് പബ്ലിക് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. സോ നമ്മളിവിടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഇലക്ട്രോണിക്സ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെലിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ആയി. അതുപോലെ നമ്മൾ മറ്റൊരു ചൈൽഡ് ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ലാപ്ടോപ്പ്, കോളം കൊടുത്ത ശേഷം പബ്ലിക് ഇലക്ട്രോണിക്സ്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്തു. സോ നമ്മളിപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് കൊടുത്തു, ഒരു മെത്തേഡ് കൊടുത്തു. ശേഷം ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്ന് പറയുന്ന രണ്ട് ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഈ പാരൻറ്റ് ക്ലാസ്സിലെ ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ ഈ മെത്തേഡും നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ അതാണ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്.
സോ നമുക്ക് ഇനി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ടെലിവിഷൻ T1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ലാപ്ടോപ്പ് L1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ടെലിവിഷൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ ലാപ്ടോപ്പിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ടെലിവിഷനും ലാപ്ടോപ്പും നമ്മുടെ ചൈൽഡ് ക്ലാസ് ആണ്. സോ ഇനി നമ്മൾ T1 ഡോട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് നെയിം, അതായത് നമ്മുടെ പേരൻറ്റ് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ഈ ആട്രിബ്യൂട്ട് നമ്മൾ ആക്സസ് ചെയ്ത് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നു. സോ ഞാനിവിടെ സോണി LED TV എന്ന് കൊടുക്കുന്നു. T1ൻ്റെ പ്രൈസ് ഞാൻ കൊടുക്കുന്നു. T1 ഡോട്ട് പ്രൈസ് ഞാൻ 10,000 കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചൈൽഡ് ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിലെ ആട്രിബ്യൂട്ട്സ് ആക്സസ് ചെയ്തു. അതുപോലെ നമുക്ക് ഇനി ഒരു ഫംഗ്ഷൻ കൂടി ആക്സസ് ചെയ്യാം. സോ T1 ഡോട്ട് ഷോ ഡീറ്റെയിൽസ്. സോ നമ്മൾ ഫംഗ്ഷനും അഥവാ മെത്തേഡും ആക്സസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഒരു എറർ വന്നു, കാരണം നമ്മളിവിടെ സെമിക്കോളൻ കൊടുത്തില്ലായിരുന്നു. സോ നമുക്ക് വീണ്ടും റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്ത ഫംഗ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പ്രൊഡക്റ്റ് നെയിം സോണി LED TV പ്രൈസ് 10,000. ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ അഥവാ ഈ മെത്തേഡ് നമ്മൾ കൊടുത്തത് പാരൻറ്റ് ക്ലാസ്സിലായിരുന്നു. അതുപോലെ ഈ വേരിയബിൾസും നമ്മൾ ഡിക്ലെയർ ചെയ്തത് പാരൻറ്റ് ക്ലാസ്സിലായിരുന്നു. സോ നമ്മളൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് പാരൻറ്റ് ക്ലാസ്സിലെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും നമ്മൾ ആക്സസ് ചെയ്തു. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് L1 ഡോട്ട് പ്രൊഡക്റ്റ് നെയിം, സോ ഞാനിവിടെ ഡെൽ എന്ന് കൊടുക്കുന്നു. സോ അതുപോലെ നമ്മൾ L1 ഡോട്ട് പ്രൈസ് കൊടുക്കുന്നു. പ്രൈസ് നമ്മളൊരു 20,000 കൊടുക്കുന്നു. ശേഷം നമ്മൾ പാരൻറ്റ് ക്ലാസ്സിലെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മെത്തേഡ് ആക്സസ് ചെയ്യുന്നു. സോ L1 ഡോട്ട് ഷോ ഡീറ്റെയിൽസ്. ശേഷം നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ടെലിവിഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചു, നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് പാരൻറ്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.